അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അവിടെ അദ്ദേഹം ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? അല്ല, മഞ്ജുഷിന് അറിയാമല്ലോ എന്തായിരുന്നു ഈ കഴിഞ്ഞ കുറെ കാലത്തെ ഒരു പ്രചരണം. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രചരണം അദ്ദേഹം പറഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് 30-ാം തീയതി വൈകിട്ട് പറഞ്ഞു നാളെ പൈസ എത്തിയാൽ കുഴപ്പമില്ല. ഉച്ചയായപ്പോൾ പറഞ്ഞു വൈകിട്ട് എത്തിയാൽ കുഴപ്പമില്ല, വൈകിട്ട് എത്തിയില്ലെങ്കിൽ കുഴപ്പമാവും, വൈകിട്ട് പറഞ്ഞ് പിറ്റേന്ന് എത്തിയില്ലെങ്കിൽ കുഴപ്പമാവും. ഈ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളാണ് വലിയൊരു അളവിൽ ഈ പ്രശ്നമുണ്ടാക്കിയത്. LDF ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ അദ്ദേഹം പറഞ്ഞത് UDF ഗവൺമെൻറ് കൊളമാക്കി വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ള ഈ കേരളത്തിൻ്റെ ഖജനാവ് രക്ഷപ്പെടണമെങ്കിൽ ഇനി 2.5 വർഷം കാത്തിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ തോമസ് ഐസക്കാണ്. ശ്രീ കെ ജെ ജേക്കബ്, യഥാർത്ഥ വില്ലൻ തോമസ് ഐസക് എന്ന രീതിയിൽ തന്നെയാണ് BJP അവതരിപ്പിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്, അതായത് രമേശ് ചെന്നിത്തല അവതരിപ്പിച്ചത് നരേന്ദ്രമോദി 1-ാം പ്രതിയെങ്കിൽ പിണറായി വിജയൻ 2-ാം പ്രതി എന്നാണ്. ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിരുന്നുവോ? തോമസ് ഐസക്കിനെ പൊതിഞ്ഞുകൊണ്ടുള്ള ഒരു വർത്തമാനം, അതായത് ആരും ധൃതി വെച്ചുകൊണ്ട് ട്രഷറിയിലേക്ക് വരേണ്ട എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചിലപ്പോൾ ഒരു സംഘർഷം പോലും ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന രീതിയിലും പ്രസ്താവന നടത്തി ആളുകളെ പേടിപ്പിച്ചതാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകാൻ കാരണമെന്ന്. പൈസയുള്ള ATMകളുടെ മുമ്പിൽ ഇപ്പോൾ സംഘർഷമുള്ള അവസ്ഥയുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ 90% ATMകളിലും പണമില്ല. എവിടെയെങ്കിലും പണം ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് ഓടിക്കൂടുന്ന അവസ്ഥ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ട്രഷറികളിൽ പണം തീർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ജനം വിശ്വസിച്ചാൽ അതിൻ്റെ പ്രശ്നം കറൻസി ഇല്ലാത്തതാണ് എന്നുള്ള പ്രാഥമികമായ പാഠം എന്താണ് ആൾക്കാർ മറന്നു പോകുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കറൻസി നാട്ടിലില്ല. ശ്രീ പത്മകുമാർ പറഞ്ഞതിനകത്ത് എനിക്ക് അദ്ദേഹത്തോട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. അത് പറഞ്ഞത് 2 കാര്യങ്ങൾ. ഒന്ന്, നവംബർ മാസം 1 തൊട്ട് 8-ാം തീയതി വരെ എത്ര രൂപ പിൻവലിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡാറ്റ റിസർവ് ബാങ്കിൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് നമ്മൾ ഓരോ ദിവസവും കൊടുത്തില്ലെങ്കിൽ റിസർവ് ബാങ്കിന് അറിയാമല്ലോ എത്ര പണം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതായത് സംസ്ഥാന സർക്കാർ കൊടുത്തെങ്കിലേ റിസർവ് ബാങ്കിന് അറിയാവുള്ളൂ എന്നുള്ള വാദം അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. രണ്ടാമത്തെ കാര്യം, പണം കൊടുത്തു എന്നാണല്ലോ ശ്രീ പത്മകുമാർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ പ്രശ്നമൊന്നും ചെയ്തില്ലെങ്കിലും പണം എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ തോമസ് ഐസക്കിന് പിന്നെ അലമ്പാക്കി എന്ന് പറയാനുള്ളത് ട്രഷറിയിൽ പണം എത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് പണം എത്തിയിരുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടന്നെന്ന് വേണമല്ലോ നമ്മൾ വിചാരിക്കാൻ. പണം എത്തിയെന്ന് പറഞ്ഞാൽ ശ്രീ പത്മകുമാർ ആദ്യത്തെ ദിവസം എത്തിയത് 122 കോടി രൂപയാണ്. അതാണ് ഫാക്ട്. അതല്ലേ സത്യം? 122 കോടി രൂപയാണ് നമുക്ക് ആദ്യത്തെ ദിവസം ട്രഷറിൽ എത്തിയത്. അത് തന്നെ അതിന്റെ പകുതി. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം ഒരു തിരക്കുണ്ടായത്. ശ്രീ ജയർ പത്മകുമാർ, അതായത് 1000 കോടി രൂപയുടെ കറൻസി വാഗ്ദാനം ചെയ്തു. 1000 കോടി രൂപയുടെ കറൻസി വാഗ്ദാനം ചെയ്തു റിസർവ് ബാങ്ക്. പക്ഷേ എത്തിയത് ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞതുപോലെയുള്ള തുകയാണ്. അതിന് കാരണമായിട്ട് BJP ആരോപിക്കുന്നത് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു എന്നുള്ളതാണല്ലോ. ട്രഷറികളിൽ എത്തിക്കാൻ സാധിച്ചില്ല, അത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന്. 122 കോടി രൂപ അല്ല മഞ്ജുഷ്, ഈ പൈസ റിലീസ് ചെയ്തത് തിരുവനന്തപുരം റിസർവ് ബാങ്ക് ആണ്. അവിടെയാണ് റിലീസ് ചെയ്തത്. നവംബർ വൈകിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ BJP അല്ല അന്വേഷിക്കേണ്ട. വളരെ വ്യക്തമായിട്ട് അവരുടെ ഡാറ്റാസ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അക്കാര്യത്തിൽ ഞാൻ ശ്രീ പത്മകുമാറിന്റെ ഒപ്പമാണ്. കറൻസി വന്നിട്ട് അത് ട്രഷറികളിലേക്ക് മാറ്റാതെ ബാങ്കിലേക്ക് മാറ്റാതെ തോമസ് ഐസക്കും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ കളിച്ചെങ്കിൽ അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. BJP ഒരു സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ടി ഒരു അന്വേഷണം ആവശ്യപ്പെടണം. നമ്മളും കൂടെ ഉണ്ടാവും ആ കാര്യത്തിൽ. എനിക്ക് അതിനെക്കുറിച്ച് എത്രയാണ് പറയാനുള്ളൂ. നമുക്കറിയാവുന്നിടത്തോളം കാലം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട അത്രയും പണം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായെന്നുള്ളത്. കറൻസി ഇല്ല എന്നുള്ള വളരെ കൃത്യമായിട്ടൊരു ഫാക്റ്റ് നമ്മുടെ മുമ്പിൽ കണ്ണു തുറച്ചിരിക്കുകയാണ്. എനിക്ക് ഡോക്ടർ മേരി ജോർജിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, മാഡം പറയുകയുണ്ടായി ഈ പണം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെവറേജസ് കോർപ്പറേഷനിൽ നിന്നും മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ പണം എടുക്കുന്നത്. അവിടെ നിന്നൊക്കെ നമ്മൾ കറൻസി ആയിട്ടാണോ എടുക്കൽ? അതെയോ ബാങ്കിൽ നിന്നും അക്കൗണ്ടിലേക്ക് വരികയാണോ ചെയ്യുന്നത്? അതോ കറൻസി ആയിട്ടാണോ എടുക്കുന്നത്? ഒരു സംശയത്തിന് വേണ്ടി ചോദിക്കുകയാണ്.
അല്ല, അത് ഞാനും ചോദിച്ചിരുന്നു ശ്രീ കെ ജെ ജേക്കബ്. അതായത് കറൻസിയുടെ ലഭ്യതയാണ് നമുക്കില്ലാത്തത്. അപ്പോൾ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും കറൻസി കൊണ്ടുവരണം ട്രഷറിയിലേക്ക് എന്നാണോ ശ്രീമതി മേരി ജോർജ് ഉദ്ദേശിച്ചത് എന്നാണ്? പണത്തിന്റെ ദൗർലഭ്യം എന്തായാലും ഉണ്ടായിരുന്നില്ലല്ലോ, കറൻസി കിട്ടാത്തതായിരുന്നല്ലോ പ്രശ്നം. നവംബർ 8-ാം തീയതിക്ക് ശേഷം ആരെങ്കിലും ബിവറേജസ് കോർപ്പറേഷന്റെ ക്യൂവിൽ നിന്ന് മദ്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവര് അതായത് കള്ള കറൻസി വിഡ്രോ ചെയ്ത ഡിമോണിറ്റൈസ് ചെയ്ത കറൻസി വെച്ച് അവർക്ക് കള്ള് വാങ്ങാൻ ഒക്കില്ലല്ലോ. അപ്പോൾ അത് വൈറ്റ് കറൻസി തന്നെയായിരിക്കണം അവിടെ വന്നത്. അപ്പോൾ വിറ്റഴിക്കലിൽ കുറവുണ്ടായി, വരുമാനത്തിൽ കുറവുണ്ടായി 30% ശരാശരിയായിട്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വന്ന കറൻസി 2000 രൂപ നോട്ടോ അല്ലെങ്കിൽ 50 രൂപ നോട്ടോ 20 രൂപ നോട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ മോട്ടോർ വാഹന വകുപ്പിലും ഒക്കെ വന്ന കറൻസി ഡിമോണിറ്റൈസ് ചെയ്ത കറൻസി ആയിരിക്കത്തില്ല, വൈറ്റ് കറൻസി തന്നെ ആയിരിക്കണം. അപ്പോൾ ആ കറൻസി തന്നെ എത്രമാത്രം ഉണ്ട് എന്നറിഞ്ഞുകൂടാ, പക്ഷെ ഉള്ള കറൻസി തന്നെ ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നില്ലേ എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതുപോലെ എനിക്ക് മിസ്റ്റർ ജേക്കബ് പറഞ്ഞതിനോട് ഒരു വിയോജിപ്പുണ്ട്. അതായത് ഇപ്പോൾ പത്മകുമാർ പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ റിസർവ് ബാങ്കിൽ നിന്ന് എത്ര കോടി രൂപ എടുത്തു. അത്രയും കോടി രൂപ ഈ 1-ാം തീയതി മുതൽ ഈ 7-ാം തീയതി വരെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം റിസർവ് ബാങ്ക് തന്നെ എത്ര രൂപ ഒരാഴ്ചയിൽ പിൻവലിക്കാം? 24,000. അപ്പൊ അതിനനുസരിച്ച് മാത്രം ആദ്യത്തെ ആഴ്ചയിലെ രൂപ റിസർവ് ബാങ്കിൽ നിന്ന് വന്നാൽ മതി. അങ്ങനെ ഇരിക്കെ ശ്രീമതി മേരി ജോർജ്, അവിടെ ഒരു സംശയം. അതിനുവേണ്ടി ധനമന്ത്രി പ്രത്യേകമായി റിസർവ് ബാങ്ക് ഗവർണറെ വിളിച്ച് ഈ കാര്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്നാണ്. അവിടെയായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇങ്ങനെയുള്ള ഡേറ്റ റിസർവ് ബാങ്കിന്റെ കൈവശമുണ്ടല്ലോ, അതിനുവേണ്ടി പ്രത്യേക റിസർവ് ബാങ്ക് ഗവർണറെ വിളിച്ച് അദ്ദേഹത്തെ പോയി കണ്ട് ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതായിരുന്നു. മഞ്ജുഷ 29 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയില്. ഈ 29 സംസ്ഥാനങ്ങളും ഇതുപോലെയുള്ള സാമ്പത്തിക അച്ചടക്കത്തിൽ അഥവാ കറൻസി ഡിമോണിറ്റൈസേഷന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യം വരുന്നവന് കൂടുതൽ കിട്ടുന്നു എന്ന രീതിയിൽ ഒരു പക്ഷേ സംഭവിച്ചിരിക്കാം. അങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ ഈ പ്രശ്നത്തിന് കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിനോ എതിരായിട്ടുള്ള ഒരു പ്രചരണ ആയുധമാക്കി എടുക്കുന്നത് ശരിയല്ല എന്ന വിശ്വാസക്കാരിയാണ് ഞാൻ. കാരണം ഈ കറൻസി ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് നരേന്ദ്രമോദി ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി അല്ല. സാധാരണ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കള്ളപ്പണക്കാരെയും അഴിമതിക്കാരെയും ശമ്പളം കൊടുക്കുന്നത് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് കൂടുതൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞ് ചെല്ലുന്നവർക്ക് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന ഒരു ചൊല്ല് നിലവിലുണ്ട്. അപ്പൊ കരയാൻ മറന്നുപോയവർക്ക് ഒരു ഫെഡറൽ സിസ്റ്റത്തില് ഒരു സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കുന്നത് കൂടുതൽ ഒച്ചയെടുക്കുന്നവർക്കല്ല, അതിനൊരു സിസ്റ്റം വേണം. ആ സിസ്റ്റം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഒരു സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ അച്ചടക്കം കേരളം മാത്രം ലംഘിക്കേണ്ടതല്ല. കേരളം ഒരുപക്ഷെ മറ്റു പല സംസ്ഥാനത്തേക്കാൾ കൂടുതൽ കള്ളപ്പണവും കള്ള നോട്ടും ഉള്ള സംസ്ഥാനമാണ്. ശ്രീ ടി എൻ പ്രതാപൻ, BJP ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോൺഗ്രസും ഏറ്റുപാടുകയാണോ ഇവിടെ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ? കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത ലെറ്റർ ഒരു ഡേറ്റ അല്ലേ? കേരള ഗവൺമെന്റിനെയും വിമർശിച്ചാൽ ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങളെ BJPയുടെ B ടീം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വിമർശിക്കുന്നില്ല എന്ന് പറയാൻ നിൽക്കണ്ട. ഈ കേരള ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റ് പറയാൻ, CPM ചെയ്യുന്ന തെറ്റ് പറയാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ കേരള ഗവൺമെന്റ് മംഗളപത്രം എഴുതാനാണോ ഞങ്ങൾ ഇരിക്കുന്നത്? കേരള ഗവൺമെന്റ് റേഷനറി കൊടുക്കാതിരുന്നാൽ ഞങ്ങൾ പറയും. കേരള ഗവൺമെന്റ് ചെയ്യേണ്ട കടമ നിർവഹിച്ചാൽ ഞങ്ങൾ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് CPM-മായി ചേർന്നുകൊണ്ട് പിന്നെ ഒന്ന് BJPക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ശബ്ദിക്കാനും സമരം ചെയ്യാനും തോമസ് ഐസക്കിൻ്റെയും CPM-ൻ്റെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട.
ദേശീയ തലത്തിൽ BJPക്കെതിരെ പാർലമെന്റിനകത്തായാലും പാർലമെന്റ് പുറത്തായാലും ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനത്തും CPM-ന് പേരില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പേരുള്ളത് കൊണ്ട് ഞങ്ങളാണല്ലോ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊണ്ട് സമരം ചെയ്യുന്നത്. അല്ല ഇത് ഈ ആരോപണം ഇത് രമേശ് ചെന്നിത്തല ഉന്നയിച്ചതാണ്. നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്യുവാൻ, പ്രധാനമന്ത്രിക്കെതിരെ സമരം ചെയ്യുവാൻ തോമസ് ഐസക്കിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന്. നോട്ട് റദ്ദാക്കി മോദി പ്രഖ്യാപനം നടത്തിയപ്പോൾ 2 ദിവസം വേണ്ടി വന്നല്ലോ ഈ മോദി ഭക്തന് വാ തുറക്കാൻ എന്ന മറുപടിയാണ് തോമസ് ഐസക് നൽകിയത്. ആര് പറഞ്ഞു? നോട്ടിന്റെ നിരോധനം വന്ന ഉടൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ ആദ്യം ഞങ്ങൾ ഈ നോട്ട് പിൻവലിച്ചതിന് പൂർണ്ണമായും എതിരല്ല. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഇന്ത്യയിലെ കള്ളപ്പണം തടയുന്നതിന് വേണ്ടി, ഇന്ത്യക്കകത്തേക്ക് വിധ്വംസന പ്രവർത്തനത്തിന് വേണ്ടി ഭീകരവാദികൾ ഉൾപ്പെടെയുള്ള ആളുകളും അതേപോലെ തന്നെ ഈ ഡ്രഗ്സ് മാഫിയയും കൊണ്ടുവരുന്ന എത്തിലുള്ള അവരൊക്കെ തടയാൻ വേണ്ടി നോട്ട് പിൻവലിക്കുന്നതിന് ഞങ്ങളെതിരല്ല. സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവരുന്ന ഞങ്ങളെതിരല്ല. ഞങ്ങളുടെ ധനകാര്യമന്ത്രി ചിദംബരം ആലോചിച്ച കാര്യമാണ്. 2014 ഞങ്ങൾ ആലോചിച്ച കാര്യമാണ്. ഞങ്ങൾ പിന്നീട് ഇതിന്റെ മറ്റു പല പ്രത്യാഘാതങ്ങൾ കൊണ്ട് ഞങ്ങൾ മാറ്റിവെച്ച കാര്യമാണ്. പക്ഷേ ഇത് നടപ്പിലാക്കിയപ്പോ പകച്ചു നിൽക്കുകയല്ലേ ചെയ്യുന്നു. ശ്രീ KJ ജേക്കബ് നേരത്തെയും ഇവിടെ പറയുകയുണ്ടായി, രാഷ്ട്രീയമായി അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്തും ഇത്തരമൊരു പ്രശ്നമുണ്ടായല്ലോ. VM സുധീരൻ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോഴും മുന്നിൽ നിന്ന് തന്നെ യോജിച്ച് സമരം ചെയ്യുവാൻ രമേശ് ചെന്നിത്തല മുന്നോട്ട് വന്നു. അതിനെ മറികടക്കുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയായിരിക്കാം അദ്ദേഹം ഇപ്പോൾ തോമസ് ഐസക്കിനെതിരെ തുടർച്ചയായ ആരോപണവുമായി രംഗത്ത് വരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം ചർച്ച ചെയ്യാം. ഇടവേളയ്ക്ക് ശേഷം